ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഒരു പ്രതിഭാസമാണ് ഈ ചാപ്പയടി എന്നുള്ളത്. അത് വളരെ എളുപ്പത്തിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ പേര് നോക്കിയിട്ട് പെട്ടെന്ന് ചാപ്പയടിക്കുന്നത്. അപ്പോൾ ഇതിൽ CPM കംപ്ലീറ്റ്ലി ഇന്നസെൻ്റ് അല്ല അത്. അപ്പോൾ CPM തിരിച്ചും ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ഉടനെ അതിനെ മൗദൂദിയാക്കുക, അതിനെ സുഡാപ്പിയാക്കുക. നേരത്തെ പറഞ്ഞല്ലോ, സംഖ്യയാക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പ്രതിഭാസം നടക്കുന്നുണ്ട്. അത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതിഭാസമാണ്. അപ്പോൾ CPM നേതാക്കന്മാരെ, അതായത് സെക്കുലർ ക്രെഡൻഷ്യൽസ് പ്രൂവൺ ആയിട്ടുള്ള CPM നേതാക്കന്മാരെ എന്തുകൊണ്ട് ഇപ്പോൾ P ജയരാജനെ പോലുള്ള ഒരു നേതാവ്, ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് P ജയരാജൻ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ തന്നെ RSS കടന്നു കയറുകയും അദ്ദേഹത്തിൻ്റെ ശരീരം വെട്ടി നുറുക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെ പോലും സംഘപരിവാർ ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് നടക്കുന്നു? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു മുസ്ലിം പേരുള്ള ഒരാൾ വരുമ്പോൾ അത് സുഡാപ്പിയാണ് അല്ലെങ്കിൽ മൗദൂദിയാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നൊരു കാര്യം, ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഗതിയായി മാറി തുടങ്ങിയിട്ടുണ്ടോ? അതിൻ്റെ കൂടെ ഫലം, അതിൻ്റെ കൂടെ ഒരു ചെറിയ സൂചന ഈ അത് വളരെ കൃത്യമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ CPM-നേറ്റ ഈ മലബാർ മേഖലയിലേറ്റ പരാജയത്തിൻ്റെ വലിയൊരു കാരണം തന്നെ ഈ ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് ഏറ്റവും മുന്നിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ നേതാക്കന്മാരുടെ വാഗ്ധോരണികൾ ഉപയോഗിച്ചുകൊണ്ട്, ഭാഷാ ചാതുര്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ CPM-ൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. CPM-ന് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് സംഘി എന്ന് വിളിക്കുന്നത് ഒരു 10 കൊല്ലം മുമ്പ് വലിയ ഒരു അപമാനമായി കണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു കാണുന്നില്ല. ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുമെന്നല്ലാതെ അപ്പോൾ അങ്ങനെ അത് സാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളുടെയും അതിൻ്റെ നേതാക്കന്മാരുടെയും ഒക്കെ ഒരു സംഭാവന എന്ന് പറയുന്നത് CPM-നെ മൊത്തം ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്, ഉദാഹരണങ്ങൾ നിൽക്കുകയാണ്.